AICC നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മൗനം തുടരുകയാണ്. KC വേണുഗോപാൽ ബീഹാറിലേക്ക് പോയിരിക്കുന്നു. ഷാഫി പറമ്പിലും ആ വഴി തന്നെ ബീഹാറിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തിനോട് AICCക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 9ഓളം പരാതികൾ AICCയുടെ മുൻപിൽ മാത്രം എത്തിയിട്ടുണ്ട്. ഒരു മുൻ MP-യുടെ മകളുടെ പരാതിയും അതിലുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. സ്വാതി എന്നോടൊപ്പം ദില്ലിയിൽ നിന്ന് ദില്ലി കേന്ദ്രീകരിച്ച് ഹൈക്കമാൻഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാനായി ചേരുന്നുണ്ട്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഏതായാലും കഴിഞ്ഞ ഒരു പകൽ വലിയൊരു നാണക്കേടായിരുന്നു നമുക്ക് നൽകിയത്. കാരണം അത്രമാത്രം മോശപ്പെട്ട സാഹചര്യത്തിൽ ഒരു യുവ MLA കോൺഗ്രസിന് ജനപ്രതിനിധി എത്തി നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ ഹൈക്കമാൻഡ് മൗനം തുടരുകയാണ്. കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട KC വേണുഗോപാൽ, എല്ലാത്തിനും അവസാന വാക്കായ KC വേണുഗോപാൽ മൗനി ബാബയായി നിൽക്കുന്നു. ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് മുങ്ങിയിരിക്കുന്നു. ഹൈക്കമാൻഡിൽ എന്താണ് സാഹചര്യം? AICCക്ക് സംസ്ഥാന നേതൃത്വത്തിനോട് അതൃപ്തിയുണ്ടോ? മനു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെയും വന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് AICC പ്രധാനമാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിക്കേണ്ടത് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. ദില്ലിയിൽ ഉണ്ട് താനും, പാർലമെന്റ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുവാൻ വേണ്ടി പോയിരുന്നു. രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ നമ്മൾ കാത്തു നിൽക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പ്രതികരണം ചോദിക്കാമെന്ന നിലയിലാണ് നിന്നത്. എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാധാരണഗതിയിൽ കാറിന്റെ ഗ്ലാസ് എങ്കിലും താത്ത് ഒന്ന് മുഖം കാണിക്കാറുണ്ട്. ഇന്നലെ അത്തരത്തിൽ മുഖം കാണിക്കാതെ അദ്ദേഹം പാർലമെന്റിലേക്ക് നേരെ പോവുകയായിരുന്നു. ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും അദ്ദേഹം തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇപ്പോൾ ഹൈക്കമാൻഡും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുള്ളത്. ഹൈക്കമാൻഡിന് 9ഓളം പരാതി ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി കൂടി ഇന്നലെ ദില്ലിയിൽ ഉണ്ടായിരുന്നു. അത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെതിരെയും മാങ്കൂട്ടത്തിനെ ഇപ്പോൾ നേരിടുന്ന അതേ ആരോപണങ്ങൾ ചിലരൊക്കെ തന്നെയും പോസ്റ്റുകളിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഷാഫി പറമ്പിലിന് ഉൾപ്പെടെ അറിയാം. അദ്ദേഹം ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പല സ്ത്രീകളെ കുറിച്ചുള്ള അസഭ്യങ്ങളൊക്കെയും കൂട്ടത്തിലിരുന്ന് ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെയും പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും ഷാഫി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നേ വരാൻ തയ്യാറായില്ല. നമ്മുടെ റിപ്പോർട്ടർ അബ്ദുൾ റഷീദ് രാവിലെ ഏകദേശം 8:30 ഷാഫിയുടെ ഫ്ലാറ്റിന് മുന്നിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ വേണ്ടിയുണ്ട്. വൈകിട്ട് 4 മണിയോടെയാണ് അബ്ദുൾ റഷീദ് ഓഫീസിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷേ തിരിച്ചെത്തുമ്പോൾ പ്രതികരണമില്ല. വളരെ നിരാശനായി വരേണ്ട സാഹചര്യമായിരുന്നു. കാരണം ഇദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. PA വഴിയൊക്കെയും ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അത്തരത്തിൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ബീഹാറിലേക്ക് പോയി എന്നുള്ളതാണ്. KC വേണുഗോപാലും നേരെ പാർലമെന്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വീണ്ടും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പ്രതികരണം തേടിക്കൊണ്ട്. എന്നാൽ തിരിച്ചു വന്നില്ല, നേരെ ബീഹാറിലേക്ക് കടന്നു. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ബീഹാറിലേക്ക് സുരക്ഷിതരായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം നടന്നിട്ടും ഏത് തരത്തിലാണ് ഹൈക്കമാൻഡും അതോടൊപ്പം ഈ കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് വലിയ ആശങ്കയെ ഉയരുന്നത്. ഒന്ന്, നിരവധിയായിട്ടുള്ള പരാതികൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ 9ഓളം പരാതികൾ ഹൈക്കമാൻഡിന്റെ പക്കൽ നിലവിലുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ MLA സ്ഥാനത്ത് ഇയാളെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ അനുവദിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യവും വിമർശനവുമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഒരു MP-യുടെ മകളും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. എന്നാൽ അതിൻ്റെ പരാതിയായി അല്ലെങ്കിൽ അത്തരം വിവരങ്ങളായി തന്നെ പുറത്തു വരുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തതയും കൂടി വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും MP-യുടെ മകളും ഇതുപോലെ അദ്ദേഹത്തിൽ നിന്ന് മോശാനുഭവം ഉണ്ടായിട്ടുണ്ട്, വിവാഹം കഴിക്കാൻ വാഗ്ദാനം നൽകി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ MP എന്ന് പറയുന്നത് ദളിത് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തോ ജാതിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയെന്നും വിവാഹം ചെയ്യാൻ കഴിയില്ല എന്നുള്ള സൂചനകളൊക്കെ തന്നെയാണ് വരുന്നത്. എന്നാൽ അത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗൗരവതരമാണ്. അത് ദളിത് അട്രോസിറ്റിയുടെ കൂടി പരിധിയിലേക്ക് വരുന്ന വിഷയം കൂടിയാണ് ഈ MLA കാണിച്ചു വച്ചിരിക്കുന്നത്. വെറും ഈ പറയുന്ന കോഴിത്തരമല്ല, അതിനപ്പുറത്തേക്ക് ദളിത് അട്രോസിറ്റിയുടെ പരിധിയിലേക്ക് വരുന്ന ആരോപണമാണ്. നോക്കൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും അറിഞ്ഞിട്ടാണ് ഇവിടെ ഈ സംസ്ഥാന നേതൃത്വം ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ഓർമ്മ വേണം സ്വാതി.
തീർച്ചയായും മനു, ഒരു എം പിയുടെ മകൾ ഇത്തരത്തിൽ ഒരു അധിക്ഷേപവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഇത്തരം അസഭ്യ വർഷമൊക്കെ നേരിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതിയിലുള്ള പെൺകുട്ടികൾ നേരിട്ടത് അതിനപ്പുറമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കൂട്ടത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണല്ലോ ഇയാൾ ഇത്തരം പരിപാടികൾ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അത്തരം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലൊരു സംരക്ഷണ കവചം ഇയാൾക്ക് ഒരുക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഇന്നലെ ഇവിടെ നിന്ന് പ്രതികരണം തേടിയിട്ടുള്ള നിരവധി നേതാക്കളും പ്രതികരിച്ചത് ധാർമ്മികത ഒരു വിഷയം തന്നെയാണ്, കൃത്യമായ നടപടി പാർട്ടി എടുക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. മറ്റു വിഷയങ്ങളിലേക്കൊന്നും അവർ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇപ്പോഴും മൗനം തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ KC വേണുഗോപാലും മറ്റു നേതാക്കളും ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ കൃത്യമായ രേഖകൾ, കൃത്യമായ പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാലുമായിട്ടൊക്കെയും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുമാണ്. ഗുരുതരമായി തന്നെയാണ് ഈ വിഷയങ്ങളെ ഹൈക്കമാൻഡ് കാണുന്നത് എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉയരുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ പരാതികളൊക്കെയും വന്ന് രാജിവെച്ചതിന് പിന്നാലെ ഇന്നലെ ട്രാൻസ്ജെൻഡറിന്റെ ഒരു പരാതി ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പോലും ആ ട്രാൻസ്ജെൻഡറിന്റെ ഫോണിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇയാൾക്കെതിരെ നിരവധിയായിട്ടുട്ടുള്ള പരാതികൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായിട്ടുള്ള പരാതികളുണ്ട്. ആ ഘട്ടത്തിൽ ഈ ധാർമ്മികതയും ഒക്കെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ MLA സ്ഥാനം ഇദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാവുന്നത്. അതേസമയം ഇതിനിടെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ട്. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരം ഇളവുകൾ നൽകുന്നത്? VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സംഘമാണോ ഇതിനെ നയിക്കുന്നത് എന്ന തരത്തിലുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ സംഘടനയിൽ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഏത് തരത്തിലായിരിക്കും ഹൈക്കമാൻഡ് ഇനിയെങ്കിലും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന്. മനു. ശരി സ്വാതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഹൈക്കമാൻഡ് വല്ലാതെ മൗനത്തിലാണ്, മൗനി ബാബയായി മാറിയിരിക്കുന്നു. ഏതായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ വോട്ടധികാർ യാത്ര തുടങ്ങിയത് നന്നായി, അതുകൊണ്ട് ബീഹാറിലേക്ക് പോകാൻ പറ്റിയല്ലോ. തൽക്കാലത്തേക്ക് ഏതായാലും ഹിന്ദിയിൽ മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിക്കില്ല എന്ന പ്രതീക്ഷയിലായിരിക്കാം അങ്ങോട്ടേക്ക് പോയത്. അത് തൽക്കാലത്തേക്ക് അവർക്ക് രക്ഷയായി എന്ന് വേണം പറയാൻ. ഒപ്പം തന്നെ തിരിച്ചു നാട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുമല്ലോ, മാധ്യമപ്രവർത്തകർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. ഇന്നലെ ഒരു പകൽ മുഴുവൻ ഇവരുടെയൊക്കെ വീടിന് മുൻപിൽ ഞങ്ങൾ എല്ലാവരും കാത്തു കെട്ടിക്കിടന്നതാണ്. പക്ഷേ ആരും മുഖം പോലും തന്നില്ല എന്നതാണ്. മുഖം തരാൻ മുഖം നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഇനി എങ്ങനെ മുഖം തരാൻ പറ്റും? എന്ത് ന്യായീകരണം പറയും? എന്ത് ന്യായീകരണം പറഞ്ഞാണ് ഇതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക? സത്യത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത്. അവരെ കൊണ്ട് എത്തിച്ചതാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.